പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എഴുന്നേൽക്കുക. പ്രിയമുള്ള രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ്. നിങ്ങൾ ഉടമ്പടി വെച്ച കാര്യങ്ങൾ ഓൺലൈനിൽ ഇപ്പോൾ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങൾ ഉടമ്പടി വെച്ച വിഷയത്തിൻ്റെ രോഗങ്ങളുടെ മേലിൽ ദൈവികമായി ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. രോഗമുള്ളിടത്ത് കൈകൾ വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുക. ഏത് രോഗമാണ് സൗഖ്യപ്പെടേണ്ടത്, ആ രോഗത്തിൽ നിൻ്റെ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ കൈകൾ വെച്ചുകൊണ്ട് മനസ്സിൽ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുക. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ നമ്മൾ സാധ്യമില്ലാത്ത ഈശോ എല്ലാം സാധ്യമാകുന്നു. ഈശോയെ നിനക്ക് സ്വസ്ത്രവും നിനക്ക് സ്തുതിയോ നിനക്ക് ബഹുമാനവും നിനക്ക് ആരാധ്യം അർപ്പിക്കുന്ന കർത്താവേ, നിന്റെ വിശുദ്ധമായ വലതുകരം കർത്താവേ, മക്കളുടെ രോഗമുള്ളിടത്ത് മക്കൾ കൈവച്ചിരിക്കുന്ന ഇടത്ത് കർത്താവേ നിന്റെ കൈകളെ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വലത് കരത്തെ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പട പോലെ വൈത്താഘാതപര ദൈവികമായ ശക്തി ഉള്ളക്കാല് മുതൽ ഉച്ച വരെ കർത്താവ് പ്രസരിക്കട്ടെ. കാൻസർ രോഗങ്ങൾ കർത്താവ്, പലതരത്തിലുള്ള കരൾ രോഗങ്ങൾ, ഷുഗർ രോഗങ്ങൾ, കിഡ്നി രോഗങ്ങൾ കർത്താവ്, ത്വക്ക് രോഗങ്ങൾ, ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങൾ, കണ്ണിൻ്റെ കാഴ്ചക്കുറവുള്ള രോഗങ്ങൾ കർത്താവെ, അറിവിൻ്റെ എല്ലാ അവയവങ്ങളെയും കർത്താവെ അങ്ങ് സ്പർശിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചിൻ്റെ അടയാളത്തിൽ ദൈവശക്തി നീ സൗഖ്യം പ്രാപിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൈ നെഞ്ചത്ത് വെക്കുക. ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ പഠനപരമായ കാര്യങ്ങൾ, പരീക്ഷാ കാര്യങ്ങൾ, ഇൻ്റർവ്യൂ കാര്യങ്ങൾ, ജോലി യാത്രകൾ, തിരിച്ചുവരവ് എല്ലാം കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് കർത്താവിന് സമർപ്പിക്കുക. വിവാഹം കഴിക്കാത്തവർ, ഒത്ത പങ്കാളിയെ ലഭിക്കാത്തവർ, കുഞ്ഞുങ്ങളില്ലാത്തവർ, വിവാഹ കോടതിയിലെ ജീവിതം വലയുന്നവർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. ശ്രുതികട. ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ്, നിന്റെ വിശുദ്ധമായ വലതുകര കർത്താവ് മക്കളുടെ ശിരസിൽ എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ജീവിത ദുരിതങ്ങളും കുടുംബത്തിൻ്റെ ദോഷങ്ങളും തടസ്സങ്ങളും കർത്താവ്, ഇൻ്റർവ്യൂ, ടെസ്റ്റ്, ജോലി ലഭിക്കുന്ന അവസ്ഥകൾ കർത്താവ്, ഓഫർ ലെറ്റർ കിട്ടിയതിന് ശേഷം കർത്താവ് വിസ ലഭിക്കാത്തവർ, കർത്താവ് യാത്രയ്ക്ക് തടസ്സമുള്ളവർ, ഇമിഗ്രേഷൻ പാസ്സാകാത്തവർ കർത്താവ്, എന്തെല്ലാം നൈയാമികമായ സാങ്കേതികമായ തടസ്സങ്ങൾ, ദുരിതങ്ങൾ യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ നിർവീര്യമാകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സദയം തുടരേ സുഖമായി എൻ്റെ ഉള്ളം. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ഏതെങ്കിലും പ്രാർത്ഥനകളിലേക്ക് അച്ഛനോട് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ അത് കർത്താവിൽ സമർപ്പിക്കേണ്ട സമയമാണ്. പ്രസവ സംബന്ധമായ തടസ്സങ്ങളുള്ളവരുണ്ട്, അവരെ കർത്താവ് കാണിക്കുന്നുണ്ട്, അവരെ കർത്താവ് ശക്തിപ്പെടുത്തുന്നുണ്ട്. അവർക്ക് അപകടമില്ല, അവർ സുഖമായി പ്രസവിക്കുമെന്ന് ഈശോ അറിയിക്കുന്നുണ്ട്. വേഗുലപ്പെരണ്ടെന്ന് പറയുന്നു. ശരീരത്തിൽ സിസ്റ്റ് കിടക്കുന്നവരുണ്ട്, അവരെ കാണിക്കുന്നുണ്ട് കർത്താവ്. ചില അവയവങ്ങളുടെ താഴെ ഏറ്റവും ബോട്ടം സൈഡിലെ ലിക്വിഡ് കിടക്കുന്നവരും ലിക്വിഡ് കണ്ടാമിനേറ്റ് ആയിട്ടുള്ളവരുണ്ട്. ഇൻഫെക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്ന തരത്തിലുള്ള ലിക്വിഡ് ഫോം ചെയ്യുന്നവരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. വൃഷണങ്ങളിലുണ്ടാകുന്ന ബീജത്തിൻ്റെ വറ്റല്, കൗണ്ടില്ലാത്ത വിഷയങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണിത്. അത് മെസ്സേജിലുള്ള ഭാഗങ്ങളാണ്.
സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ചില കാര്യങ്ങൾ ജോലിക്ക് വെച്ചത് തെറ്റിപ്പോയല്ലോ എന്നോർത്ത് വിഷമിക്കുന്നവരുണ്ട്. ചില ഓപ്ഷൻ വെച്ചിരിക്കുന്നത് തെറ്റിപ്പോയല്ലോ, അതല്ലല്ലോ വെക്കേണ്ടിയിരുന്നത്, അതിന് ജോലി സാധ്യത കുറവാണല്ലോ, വേറെയാണല്ലോ വെക്കേണ്ടിയിരുന്നതെന്ന് ചിന്തിക്കുന്നവരെ ആ വേദന ഈശോ ഈ വിഷയത്തിൽ ഏൽപ്പിക്കാൻ പറഞ്ഞിരിക്കുന്ന കർത്താവ് അതിനെ നിനക്ക് അനുയോജ്യമായൊരു ക്രമീകരണം വരുന്നുണ്ട്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ത്വക്ക് രോഗങ്ങൾ, വിസർപ്പ രോഗങ്ങൾ, സോറിയാസിസ് രോഗങ്ങൾ, വെരിക്കോസ് രോഗങ്ങൾ കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ, സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ തിരുമുറുപാർന്ന വലതുകരം കർത്താവ് ത്വക്ക് രോഗങ്ങൾ, വെള്ളപ്പാണ്ടുകൾ, ചുണ്ടേൽപ്പാണ്ടുകൾ, മുടികൊഴിച്ചിലുകൾ, കണ്ണിന് കരിപ്പുള്ളവർ, കണ്ണ് തിമിരം കയറുന്നവർ, ചെവിക്ക് കേൾവിയില്ലാത്തവർ, തൊണ്ടയിൽ മുഴയുള്ളവർ, തൈറോയിഡ്, ടോൺസൈറ്റ്, കർത്താവേ, എല്ലാ രോഗങ്ങളുടെ പേരും കർത്താവിൻ്റെ ആധിപത്യം ഉറപ്പിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ ദൈവശക്തി അതിന് സൗഖ്യം പ്രാപിക്കട്ടെ. ഒരു നിമിഷം വീണ്ടും മൗനമായി പ്രാർത്ഥിക്കുന്ന, ഏതെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മൗനമായി പ്രാർത്ഥിക്കുന്നു. സ്ഥലം, അളവ്, ഭാഗ ഉടമ്പടി, വഴിയില്ലാത്ത അവസ്ഥകൾ, വീട് വെക്കാൻ പറ്റാത്ത അവസ്ഥകൾ, എവിടേക്കാണ് നിനക്ക് നിൻ്റെ സ്വസ്ഥവും സമാധാനപൂർവമായ ജീവിതത്തിന് തടസ്സമുള്ളത്, അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അനുസരണയില്ലാത്ത തെറ്റായ പ്രണയബന്ധങ്ങളിൽ കുടുങ്ങിപ്പോയ മക്കൾ, അവരെക്കുറിച്ച് വേദനിക്കുന്ന മാതാപിതാക്കന്മാർ, എപ്പിലെപ്സി രോഗങ്ങൾ, ഹൈപ്പർ ആക്ടിവിറ്റി, ഒട്ടിസം രോഗങ്ങൾ എല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തിൽ തളിക്കപ്പെട്ടുകൊണ്ട് ഈ ആൾക്കാർക്ക് ഒരു സാക്ഷ്യം പറയാനുള്ള അടയാളം കിട്ടാൻ വേണ്ടി സ്തുതിക്കട്ടെ. അമ്മയുടെ മുമ്പിൽ ദിവികാരുടെ സന്നിധിയിൽ ഇറക്കി വയ്ക്കാം. എത്രയും വേഗം ഇതെല്ലാം നിവൃത്തിയായി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഉയർത്തണമേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവികാരണനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. ശുദ്ധ പരമ ദിവ്യകാരുണ്യേ, എന്നുമെന്നും അങ്ങേ ആവേ ആവേ. പണ്ടത്തെ ജപമാല റാലിയുടെ സാക്ഷ്യം. അപ്പം ഞാനും തരും 3 മാസം പ്രാർത്ഥിച്ചിട്ടാണ് അവസാനം അമ്മ എനിക്ക് തീരുമാനം എടുത്തത്. ഈ വർഷം നടത്തേണ്ടെന്നുള്ള തീരുമാനം. ഇനി 8 മണിക്കും 10 മണിക്കൊക്കെ ആൾക്കാർ വന്നെത്തും. തലശ്ശേരി എന്നൊക്കെ വന്ന ആൾക്കാരൊക്കെ 10 മണിക്ക് ചിലപ്പോൾ വന്നിടത്തത്തുള്ളൂ. എന്ത് ചെയ്യണമെന്ന് അറിയിച്ചാൽ, ഇപ്പോൾ തെക്ക് വന്നവരും വടക്കുന്ന് വന്നവരായാലും നിങ്ങളെന്ത് നോക്കേണ്ടത്, 7 മണിക്കൂർ നിന്ന് റാലി സ്റ്റാർട്ടാകുമല്ലോ. അപ്പോൾ എവിടെയാണ് റാലി നമുക്കറിയാം. ഇവിടുന്ന് റൂട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് കൃപാസനത്തിൽ നിന്ന് ഇടത്തോട്ട് പോയിട്ട് പിന്നെ റൈറ്റ് തിരിഞ്ഞ് കാട്ടൂർ ചെന്ന് കാട്ടൂരിൽ നിന്ന് പിന്നീട് റൈറ്റ് തിരിഞ്ഞ് അർത്തിങ്കിലേക്ക് പോകുന്നതാണ് റൂട്ട്. ആ റൂട്ടിൽ എവിടെയാണ് റാലി എന്ന് നോക്കിയാൽ അവിടെ കൊണ്ടുപോയി വണ്ടി ഇറക്കിയാൽ മതി. എന്നിട്ട് വണ്ടി ബാക്കിലോട്ട് എടുത്തിട്ട് അർത്തിങ്കൽ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്യണം. കാരണം നിങ്ങളവിടെ എത്തുമ്പോൾ വണ്ടിക്ക് പോകണ്ടേ നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അല്പം താമസിച്ചാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ വന്ന് ചേർന്നാൽ മതി.